നമ്മുടെ കടയിലും ബിസിനസ്സിലും വീട്ടിലും ബറക്കത്ത് ലഭിക്കാൻ കുറെ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, കുറെ കച്ചവടം നടന്നിട്ട് കാര്യമില്ല, കുറെ വരുമാനങ്ങൾ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്, അതുകൊണ്ടും കാര്യമില്ല. അത് ബറക്കത്തുള്ളതായി മാറിയാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. ആ ബറക്കത്ത് നമുക്ക് ലഭിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. വലിയ വീടുകളിൽ കഴിയുന്നവരുണ്ട്, വലിയ വീട്ടിലെ വലിയ വീട്ടിൽ കിടന്നുകൊണ്ട് സമാധാനം കിട്ടും. കമന്റ് ചെയ്യും, സമാധാനം കിട്ടും. വലിയ വീട്ടിലെ കിടക്കുന്ന സമാധാനം കിട്ടും. വലിയ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്, സന്തോഷം ലഭിക്കും. വലിയ ബിസിനസ്സും അതുപോലെ മറ്റു പല രൂപത്തിലുള്ള വരുമാനങ്ങൾ കയ്യിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉയർച്ച കിട്ടും? ഇല്ല. അള്ളാഹു നമുക്ക് തന്നതിൽ ബറക്കത്ത് തരണം. എങ്കിൽ ചെറുതാണെങ്കിലും അതിൽ വലിയ സന്തോഷവും വലിയ റാഹത്തും ഉണ്ടാവും. നമുക്കറിയാം, എത്രയോ വലിയ വീടുകളിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് ഉറക്കം കിട്ടുന്നില്ല, എല്ലാ മെഡിസിനും കഴിക്കുന്നു, എല്ലാ രൂപത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചു, എന്നിട്ടും ശരിക്കും ഉറങ്ങാൻ കഴിയാതെ എത്രയോ ആളുകൾ. അല്ലാഹു തആല എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കട്ടെ. ഇവിടെ തന്നെ എത്രയോ ആളുകൾ പലവിധ പ്രയാസങ്ങളും പറഞ്ഞു വരുന്നതിൽ വലിയ വീടുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. അൽഹംദുലില്ലാഹ് മഹാന്മാരും സാലിഹീങ്ങളൊക്കെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അൽഹംദുലില്ലാഹ് വിളിച്ചിട്ട് സന്തോഷം അറിയിക്കും. അൽഹംദുലില്ലാഹ് ഉറങ്ങാൻ പറ്റി. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ, പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ, മനസ്സിന് സമാധാനം കൊടുക്കുമാറാവട്ടെ. അപ്പൊ കുറേ വലുത് കിട്ടുന്നു, കുറെ നമ്മള് മനസ്സിലാക്കിയതുപോലെ നല്ല വലിയ വാഹനങ്ങൾ നടന്നതുകൊണ്ട് സമാധാനവും സന്തോഷം ലഭിക്കില്ല, വലിയ വീടുകളിലാണ് കഴിയുന്നത് കൊണ്ട് സന്തോഷവും സമാധാനം ലഭിക്കില്ല. അതുപോലെ കുറെ കച്ചവടം നടക്കുന്നു, അതുകൊണ്ട് മാത്രം ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാവില്ല. എത്രയോ ആളുകൾ വലിയ കോടികൾ കടമാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ലക്ഷങ്ങൾ കച്ചവടമുള്ള കടയിൽ അവർ കോടികൾ കടക്കാരായി മാറാൻ കയ്യിലേക്ക് ധാരാളം അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത് ബറക്കത്തുള്ളതാവുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു, ജോലിക്ക് പോയി ദിവസം 10,000-2000 രൂപ മേലെ കിട്ടുന്നു, പക്ഷെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നിനും തികയാത്ത അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ മാസത്തിൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് അയച്ചു തരും, വലിയ പൈസ അയച്ചു തരുന്നു, പക്ഷെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് അതുപോലെ ചെലവുകളൊക്കെ എടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല, ഒരാവശ്യത്തിന് ഒന്നിനും തികയാത്ത അവസ്ഥ. ഒരാവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട് കടം വാങ്ങേണ്ട സാഹചര്യം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഉള്ളതിൽ ബറക്കത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അപ്പൊ നമുക്കൊക്കെ ബറക്കത്ത് വർദ്ധിക്കണം, അല്ലെ? ബറക്കത്ത് വർദ്ധിക്കണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ വീട്ടിലും നമ്മുടെ കച്ചവടത്തിലും കടയിലും എല്ലാം അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒന്ന്, കച്ചവടത്തിലും വീട്ടിലും കുടുംബത്തിലൊക്കെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഹലാലായ നല്ല വരുമാന മാർഗങ്ങൾ നമുക്ക് വരണം. അപ്പോഴാണ് അതിൽ ബറക്കത്തുള്ളതാവുക. അല്ലാഹു തആല ബറക്കത്ത് നമുക്കൊക്കെ തന്നത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇടപാടുകൾ അതിൽ ചതിയും വഞ്ചനയും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഹലാലായ രൂപത്തിൽ നാം സമ്പാദിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ബറക്കത്തുണ്ടാവും. അല്ലാഹു ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ, നമ്മൾ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഹലാലാണോ, മറ്റൊരാളെ പറ്റിക്കുന്നതാണോ, മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്നതാണോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുമ്പോൾ അതിൽ അള്ളാഹു ബറക്കത്ത് തരും, സന്തോഷം തരും, അള്ളാഹു ഖൈർ തരും. കള്ളം, വഞ്ചന, അളവിലും തൂക്കത്തിലുമുള്ള കുറവ് വരുത്തല്, അതുപോലെ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പറ്റിക്കണം എന്നൊക്കെ രൂപത്തിലാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ബറക്കത്ത് നഷ്ടപ്പെടുകയും ബറക്കത്ത് കുറയുകയും വലിയ വിഷമവും പ്രയാസമൊക്കെ വരാൻ കാരണമാവും. അല്ലാഹു തആല ഖൈർ തരുമാറാവട്ടെ. കച്ചവടക്കാർ സത്യം പറയുകയും
കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും അങ്ങനെ അവർ നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യുകയും ചെയ്താൽ അവർക്ക് ധാരാളം ഹലാലായ വരുമാന മാർഗങ്ങൾ വന്നുകൂടാൻ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അല്ലാഹു ബർക്കത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ബിസിനസ്സിലും കടയിലൊക്കെ അല്ലാഹു ബർക്കത്ത് വന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കടയിലെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ലഭിക്കണമെങ്കിൽ നമുക്ക് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അപ്പൊ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുക. നമ്മുടെ ജോലിയിൽ ബർക്കത്ത് കുറയാൻ കാരണം എന്താണ്? നിസ്കാരം നമ്മൾ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 5 വഖത്ത് കൃത്യമായി നാം ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും കരുതുകയും നിയ്യത്ത് ചെയ്യുകയും ഇവിടെ നിന്ന് തീരുമാനം എടുക്കുകയും ചെയ്യാം. ഈ മജ്‌ലിസിൽ കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. നമുക്ക് മാത്രം നിസ്കാരം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ അവരൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. 1 കൃത്യമായി നിസ്കരിക്കുക. 2 പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ചില സൂറത്തുകളുണ്ട്, ആ സൂറത്ത് ഓതിയാൽ വീട്ടിൽ ബർക്കത്തുണ്ടാവും. ചില സൂറത്തുകളുണ്ട്, ആ സൂറത്ത് പാരായണം ചെയ്താൽ കടയിൽ കച്ചവടം ഉണ്ടാവും. ഞാൻ ഒമാനിൽ ചെന്നപ്പോൾ അവിടെ ഒരു അറബി സഹോദരന്റെ വീട്ടിൽ സ്ഥിരമായി സൂറത്തുൽ ബഖറ ഓദിക്കാൻ വേണ്ടി അവിടെ കേരളക്കാരനായ ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും പോയി സൂറത്തുൽ ബഖറ ഓതിയിട്ട് വരണം. അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അദ്ദേഹത്തിന് അതിന് മാസം ശമ്പളം നിശ്ചയിച്ചു കൊടുത്തേക്കും. അദ്ദേഹം ചെയ്യുന്ന ജോലിക്കൊപ്പം തന്നെ എല്ലാ ദിവസവും പോയി അവരുടെ വീട്ടിൽ എന്ത് ചെയ്യണം? ഒന്ന് ഖുർആൻ ഓതണം. അപ്പൊ നമ്മള് മറ്റുള്ളവരെ കൊണ്ട് ഓദിക്കാന്ന് മാത്രമല്ല, അതിലൊരു ബർക്കത്തുണ്ട്. നമ്മൾ ഈ കാണുന്നതിന് കേൾക്കുന്നതിനൊരു ബർക്കത്തുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത് ഓതുമ്പോൾ, അത് കേൾക്കുമ്പോൾ, നമ്മൾ ഇത് ലൈവായി ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ അങ്ങേയറ്റം വരെ നാട്ടിലും വിദേശത്തുള്ളവർ നമ്മുടെ ഒപ്പം ഓതുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിൽ ബർക്കത്തിന് കാരണം. അല്ലാഹു ബർക്കത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. അത് നന്നായി പാരായണം ചെയ്യണം. ചില സൂറത്തുകൾ ഓതിയാൽ വലിയ കാവലാണ്. സൂറത്തുൽ ബഖറ ഓതിയാൽ വീട്ടിന് കാവലാണ്. ശൈത്താനിയത്തിന്റെ, സിഹറിന്റെ, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ മാറാനത് കാരണമാണ്. അതുപോലെ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ, സൂറത്തുൽ വാഖിയ ഓതിയാൽ, സൂറത്തുൽ റഹ്മാൻ ഓതിയാൽ, സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ, സൂറത്തുൽ യാസീൻ ഓതിയാൽ, സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഫലക്കും നാസൊക്കെ ഓതിയാൽ വലിയ ബർക്കത്താണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് കാണുന്നവർ, കേൾക്കുന്നവർ, പങ്കെടുക്കുന്നവർ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഖുർആൻ ഓതാൻ വേണ്ടി നിയ്യത്ത് ചെയ്യാം. കുറച്ച് ദിക്റുകൾ ചൊല്ലുക, കുറച്ച് സ്വലാത്തുകൾ ചൊല്ലുക. നമ്മുടെ വീട്ടിലും നമ്മുടെ കടയിലും നമ്മുടെ കച്ചവട സ്ഥാപനത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാവാൻ കാരണമാണ്. യാ ഫത്താഹു യാ അല്ലാഹ്, അത് ചൊല്ലിയിട്ടാണ് കട തുറക്കുന്നതെങ്കിൽ, ആ കടയിലേക്ക് പോകുന്നതെങ്കിൽ ആ കടയിൽ ബർക്കത്ത് ഉണ്ടാവാൻ അത് കാരണമാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. യാ ബാസിത്തു യാ അല്ലാഹ്, അത് ചൊല്ലിയിട്ടാണ് കടയിലേക്ക് പോകുന്നതെങ്കിൽ വലിയ ബർക്കത്ത് ഉണ്ടാവും. അല്ലാഹു ബർക്കത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. എത്ര എണ്ണം ചെല്ലണം, എങ്ങനെയൊക്കെ ചെല്ലണം, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ അതിന്റെ രൂപങ്ങൾ പറഞ്ഞുതരാം. ആ രൂപത്തിൽ നമ്മൾ ചെല്ലുക. അങ്ങനെ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെയും ബിസിനസിന്റെയും കച്ചവടത്തിന്റെയും ജോലിയുടെയും വരുമാനത്തിന്റെയും രൂപവും രീതിക്കനുസരിച്ചുള്ള ദിക്റുകൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളിൽ വ്യത്യസ്ത ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ ചേർത്ത് നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ഫലം കൂടും. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. യാ ഫത്താഹു എന്ന ദിക്ർ, യാ ലത്തീഫു എന്ന ദിക്ർ, യാ റസാഖു എന്ന ദിക്ർ, ഈ ദിക്റുകളൊക്കെ നമ്മുടെ കടയിലും കച്ചവട സ്ഥാപനത്തിലും വീട്ടിലൊക്കെ ചെല്ലുന്നത് അഭിവൃദ്ധിയും ബറക്കത്തും വർദ്ധിക്കാൻ കാരണമാണ്. പിന്നെ ഇസ്തിഗ്ഫാർ ധാരാളം ചെല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഈ ഇസ്തിഗ്ഫാർ ചെല്ലുന്നത് നമ്മുടെ ജോലിയിലും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ബറക്കത്തുണ്ടാവാനും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏത് തന്നെയാണെങ്കിലും, പ്രയാസങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മാറാൻ കാരണമാവും. അല്ലാഹു ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരട്ടെ. രാവിലെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ ഒരു മാസത്തിൽ ശമ്പളം കിട്ടി, കുറെ പൈസ കിട്ടി, പക്ഷെ ഒന്നിനും തികയാത്തൊരു സാഹചര്യം. നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ നമുക്ക് തന്നെ തോന്നുവാണ് ഇതിലൊരു ബറക്കത്ത് കുറയുന്നുണ്ടോ എന്ന് തോന്നുക, അല്ലെ? ആ രൂപത്തിലൊക്കെ വിഷമിക്കുന്നവർ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ, നിസ്കരിക്കുക, ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ ഓതുക. മറ്റൊരു കാര്യം, ദാനധർമ്മം ചെയ്യുക. വിഷമമുള്ള സമയത്തും നമുക്ക് ചെയ്യണം, സന്തോഷമുള്ള സമയത്തും ചെയ്യാൻ പറ്റും. ഉള്ളതുപോലെ കൊടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ഒരു സംഖ്യ മാറ്റി
മാറ്റിവെക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഇർഷാദിയുടെ ഈ ഇവിടെ നടക്കുന്ന ബദരിയ മജ്ലിസ് എല്ലാ ദിവസവും കാണുന്നവരും കേൾക്കുന്നവരും ചെല്ലുന്നവരാണ്. ദിവസവും ബദരിയ മജ്ലിസിലേക്ക് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്, കച്ചവടത്തിന് പോവാണ്, ജോലിക്ക് പോവാണ്, ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവാണ്. അവന് 1 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ ഇടാം, 10എങ്കിൽ 10 ഇടാം, 5എങ്കിൽ 5 ഇടാം, 11എങ്കിൽ 11 ഇടാം. അങ്ങനെ എന്തെങ്കിലും ഒരു സംഖ്യ അതിലേക്ക് നിയ്യത്ത് ചെയ്ത് വെച്ച് ഇട്ടിട്ട് പോകുമ്പോൾ ആ യാത്രയിൽ അല്ലാഹു വലിയ കാവല് തരും. അതുപോലെ കിട്ടുന്നത് അല്ലാഹു ബർക്കത്ത് ചെയ്യും. പോകുന്ന സ്ഥലങ്ങളിൽ തട്ടുകേടും പ്രയാസങ്ങളൊന്നും കിട്ടുകയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ കഴിയുന്നവരൊക്കെ ആ രൂപത്തിൽ ചെയ്യുക. എത്രയോ ആളുകൾ നമ്മളോട് വിളിക്കുകയും പറയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവർ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുമ്പോൾ, കച്ചവടത്തിന് പോകുമ്പോൾ, സീസൺ കച്ചവടത്തിന് പോകുമ്പോൾ, ചെറിയ ചെറിയ തൊഴിലുകൾക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ചെറുതേ ഉണ്ടാവുള്ളൂ, ഉള്ളത് അവർ ഇട്ടിട്ട് പോകും. അത് അവർക്ക് വലിയൊരു കാവലാണ്. സദക്ക എല്ലാ ബലാഫത്ത് മുസീബത്തുകളെയും തടയുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ഉസ്താദ് നമ്മളോട് അനുഭവം പറഞ്ഞു. ആ ഉസ്താദിന്റെ നാട്ടിലെ അദ്ദേഹത്തിന്റെ മഹല്ലിലെ സേവനം ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന അപകടത്തിൽപ്പെട്ട ഒരു സഹോദരന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് പരിശ്രമം നടത്തുകയും അതിന് മുന്നിട്ടിറങ്ങുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത കാരണത്താൽ അദ്ദേഹത്തിന്റെ വീടിന്റെ സമീപത്ത് വലിയൊരു അപകടം ഉണ്ടായി. 5 നില ബിൽഡിംഗ് ആണ് താഴോട്ട് പതിച്ചത്. ആ സമയത്ത് അത്ഭുതകരമായി വീടിന്റെ തൊട്ടടുത്ത് അത് മാറി വീട്ടിലേക്ക് വന്ന് വീഴേണ്ടത് തെന്നി മാറി, ആരോ പിടിച്ചു മാറ്റിയതുപോലെ മാറിപ്പോയി എന്ന് ഉസ്താദ് അനുഭവം പങ്കുവച്ചത് ഞാൻ ഈ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. അത് സദക്കയുടെ ഒരു ബർക്കത്താണ്. അപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിൽ സാന്ത്വന സേവന പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ കഴിയുന്ന രൂപത്തിലേക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്താൽ അത് വലിയൊരു കാവലാണ്. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നിടത്ത് നമ്മൾ ചെയ്യുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ വീട്ടിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ ജോലികളിൽ, അവരുടെ വരുമാന മാർഗങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ദിവസവും ഇവിടെ ചെല്ലുന്ന ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പാരായണങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിലേക്ക് ഒരു ദിവസം ഞങ്ങളും മരിച്ച് ഖബറിൽ കിടക്കും. അപ്പോൾ ആ ഖബറിലേക്കൊക്കെ അണമുറിയാതെ കിട്ടുന്ന രൂപത്തിൽ ഈ മജ്ലിസുമായും സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവർക്കും സഹകരിക്കുന്നവർക്കൊക്കെ നീ വലിയ ഖൈറ് ഖബറിലും പരലോകത്തും കിട്ടാനും ദുനിയാവിൽ വലിയ ഖൈറ് കിട്ടാനും നീ അതിന് കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാ മേഖലയിലും നീ വിജയം നൽകണേ അല്ലാഹ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എല്ലാം വിട്ടിട്ട് സ്വഹാബത്ത് വന്ന സംഭവം നമുക്കറിയാം. അവര് മക്കയിൽ സ്വത്തുക്കളുള്ളവർ, വീടുള്ളവർ, കച്ചവടമുള്ളവർ അതൊക്കെ ഒഴിവാക്കി അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൂടെ കൂടിയതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അതൊക്കെ ഒഴിവാക്കി അവർ മദീനയിലേക്ക് പോയി. അങ്ങനെ മദീനയിൽ ചെന്നപ്പോ അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒന്നും കയ്യിലില്ല. കാരണം എല്ലാം ഉപേക്ഷിച്ച് ഒഴിവാക്കിയാണല്ലോ വന്നത്. അപ്പൊ അൻസാരികളിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്തിന്റെ പകുതി തരാം, ഞങ്ങളുടെ സൗകര്യങ്ങൾ തരാം. ഇതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി, സന്തോഷം. എനിക്ക് നിങ്ങൾ ഇവിടെ സമ്പത്തൊന്നും തന്നിപ്പോ എന്നെ സഹായിക്കണ്ട, മറിച്ച് ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണ്, ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് എനിക്ക് കാണിച്ചതാണ്. ഞാൻ അവിടെ പോയി ഒന്ന് ചെറിയ കച്ചവടം തുടങ്ങി നോക്കാം. അങ്ങനെ അദ്ദേഹം അവിടെ പോയി ചെറിയ കച്ചവടം ചെയ്യാൻ തുടങ്ങി. സത്യസന്ധതയോടുകൂടി, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഹലാലായ വരുമാനങ്ങൾ സമ്പാദിക്കണമെന്ന് മനസ്സിൽ കരുതി അദ്ദേഹം കച്ചവടം ചെയ്യാൻ തുടങ്ങി. അള്ളാഹു അതിൽ ബർക്കത്ത് നൽകി. പിന്നെ സഹാബികളിൽ ഏറ്റവും വലിയ സമ്പന്നനായി, ഏറ്റവും വലിയ ബർക്കത്തുള്ളവരായി, ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമായി കഴിയുന്നവരെ ചേർത്ത് നിർത്തുകയും അവർക്ക് സഹായങ്ങൾ നൽകുകയും അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് വലിയ ബർക്കത്ത് കൊടുത്തു. ഒന്നുമില്ലാതെ മദീനയിലേക്ക് വന്ന ആള് ഏറ്റവും വലിയ സമ്പന്നനായി മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് അവര് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കച്ചവടത്തിൽ വിജയിച്ച, കച്ചവടത്തിൽ പുരോഗതിയിലേക്ക് എത്തുന്ന ആൾ എന്താണ് ചെയ്യുന്നത് നോക്കണം. അവർ യഥാർത്ഥത്തിൽ തട്ടിപ്പും വെട്ടിപ്പും അല്ലല്ലോ നടത്തിയത്. മഹാനായ ഈ സ്വഹാബിയുടെ ചരിത്രം നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത്. ഹലാലായ രൂപത്തിൽ കച്ചവടം നടത്തി, അതുപോലെ സത്യസന്ധത അവര്
അവരുടെ സമ്പത്തിനെ വർദ്ധിപ്പിച്ചു. അതുപോലെ ദാനധർമ്മങ്ങൾ അവർ ചെയ്തു. അത് അവർക്ക് ബറക്കത്ത് വലിയ ധാരാളം ബറക്കത്തുണ്ടാവാൻ കാരണമായി. പിന്നെ അള്ളാഹുവിനെ തവക്കുലാക്കി. അള്ളാഹുവാണ് തരുന്നവൻ, അള്ളാഹുവാണ് തരുന്നവൻ, അള്ളാഹുവിനെയാണ് തവക്കുലാക്കേണ്ടത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കുന്നവരുണ്ട്. വലിയ വലിയ ബുദ്ധിമുട്ടുകളും വിഷമൊക്കെ ഉള്ളവർ നമ്മുടെ അടുക്കേക്ക് വരുമ്പോൾ അവർ പല വിഷമങ്ങളും പറയാറുണ്ട്. ആ പറയുന്ന വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം നാം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനെ തവക്കുലാക്കണം. എല്ലാം തരുന്നവൻ റബ്ബാണ്, എല്ലാം തടയുന്നവൻ പടച്ചോനാണ്. ആ റബ്ബ് വിചാരിച്ചാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. ലോകത്തുള്ള എല്ലാ ആളുകളും നമുക്ക് തരാൻ വിചാരിച്ചു, റബ്ബ് അതിന് തരാൻ തീരുമാനമില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് എല്ലാം തരുന്നവൻ റബ്ബാണെന്ന ഉറച്ചൊരു വിശ്വാസം നമുക്ക് വേണം. അള്ളാഹു നമുക്ക് നൽകും. അതാണ് മഹാനായ സ്വഹാബത്തിൽ നിന്ന്, മഹാന്മാരായ സ്വാലിഹീങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ചരിത്രമാണെങ്കിലും എല്ലാ മഹാന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന സംഭവങ്ങൾ ഇതാണ്. അള്ളാഹു എല്ലാ സ്വാലിഹീങ്ങളുടെയും മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈർ വർദ്ധിപ്പിക്കുമാറാവട്ടെ. വിഷമങ്ങൾ അള്ളാഹു നീക്കി തരുമാറാവട്ടെ. എല്ലാ മേഖലയിലും അള്ളാഹു ഉയർച്ച തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ രൂപത്തിലൊക്കെ നാം ബിസിനസ് നടത്തുമ്പോൾ സത്യസന്ധതയോടുകൂടി നല്ല രൂപത്തിൽ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് വലിയ ബർക്കത്ത് കിട്ടും. നമ്മുടെ വീട്ടിൽ ബർക്കത്ത് കിട്ടാൻ, കുടുംബത്തിൽ ബർക്കത്ത് കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, സലാം പറഞ്ഞുകൊണ്ട് കയറി വരിക. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സലാം പറയണം. ആ സലാം പറഞ്ഞു ബിസ്മി ചൊല്ലി സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഒരു സലാത്തൊക്കെ ചൊല്ലി നമ്മൾ വീട്ടിലേക്ക് കടന്നു വന്നാൽ പ്രിയമുള്ളവരെ നമുക്ക് വലിയ ബർക്കത്തിന് കാരണമാവും, വലിയ ഐശ്വര്യത്തിന് കാരണമാവും. അള്ളാഹു ബർക്കത്ത് നിലനിർത്താൻ കാരണമാവും. പല വീടുകളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറുന്നതിന്റെ കൂടെ ഒരു പിശാചും കൂടെ കയറും. നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഖുർആൻ ഓതി നേരത്തെ പറഞ്ഞ കാര്യങ്ങളും അദബുകളൊക്കെ പാലിച്ച് സലാമൊക്കെ പറഞ്ഞിട്ടാണ് കയറി വരുന്നെങ്കിൽ ആ പിശാച് പുറത്തേക്ക് മാറി നിൽക്കും. അപ്പൊ പിശാചിന് കയറാൻ പറ്റൂല. മലക്കായിരിക്കും കൂടെ കയറുന്നത്. മലക്ക് കയറുന്ന വീട്ടിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, രാവിലെ എഴുന്നേക്കുന്ന വീട് അത് ഐശ്വര്യത്തിന്റെ വീടാണ്. പല വീടുകളിലും നല്ല ഐശ്വര്യവും ബറക്കത്തുണ്ട്. എന്തുകൊണ്ടറിയോ? അത് രാവിലെ അവർ എഴുന്നേക്കും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വിശാലമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ പറയേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, രാവിലെ എഴുന്നേൽക്കുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ദിക്റും സ്വലാത്തും ഖുർആനൊക്കെ ഓതി നിസ്കരിച്ച് നമ്മൾ ഒന്നിച്ച് ഒരുമിച്ച് മക്കളും അതുപോലെ കുടുംബത്തിലുള്ള എല്ലാവരും അല്ലാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാവും. അത് ചെയ്തു നോക്കും. കുറച്ച് ദിവസങ്ങൾ പരിശീലിച്ചു നോക്ക്. അല്ലാഹു വലിയ ബറക്കത്ത് തരുമാറാവട്ടെ, ഖൈർ തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ബറക്കത്തുള്ള സമയത്ത് റബ്ബിനോട് ബറക്കത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട് അത് ബറക്കത്തുള്ള ഭവനാവും. അസ്മാഉൽ ഹുസ്ന ചെല്ലുമ്പോൾ, അസ്മാഉൽ ബദർ ചെല്ലുമ്പോൾ വലിയ ബറക്കത്താവും. മഹാന്മാരായ സ്വാലിഹീങ്ങൾ കൈമാറി തന്ന ദിക്റുകൾ സ്വലാത്തുകൾ ചെല്ലുമ്പോൾ വലിയ ബറക്കത്തുണ്ടാവും. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, മങ്കൂസ് മൗലിദ്, ബുർദയൊക്കെ ചെല്ലുന്നത് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വർദ്ധിക്കാൻ കാരണമാണ്. അത് ചെല്ലാനൊന്നും ഫുള്ളായിട്ട് അറിയില്ല. അത് ഫോണിലൂടെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് വെക്കുകയും അത് കേൾക്കുകയും കുറേ ദിവസങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പഠിക്കും. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നമുക്ക് അള്ളാഹു സന്തോഷം തരുമാറാവട്ടെ. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിയിലും എല്ലാം അള്ളാഹു നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്.